ഈ വീഡിയോ നിങ്ങൾ തട്ടി മാറ്റി പോകരുതേട്ടാ. ബയ്യാമാർ നമ്മുടെ നാട്ടിൽ കേരളത്തിലേക്ക് വന്ന് ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുള്ളൊരു വീഡിയോ ആണ്. കേൾക്കുമ്പോൾ സങ്കടം തോന്നിപ്പോയി. പിന്നെ അത് ഓരോ ദിവസം ഈസിങ് ചെയ്തേ ഇല്ലെങ്കിൽ ഭയങ്കര പനിയാവും, ബോഡി പെയിൻറ്റാവും, അവൻ്റെയൊക്കെ എങ്ങനെ ഫീലിങ്സ് ആവും, അവൻ്റെ ജീവനൊക്കെ പോവും, മരിച്ചു പോവും അങ്ങനെയൊക്കെ ഫീലിങ്സ് ആവും. അത് എത്ര ഡേഞ്ചറസ് ഉണ്ട്. ഓരോ ദിവസം ഒരാൾ 5 ദിവസം ഈസിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഓരോ ദിവസം കിട്ടിയില്ല, അങ്ങനെയൊക്കെ ആരെ തന്നെ പേടിയാവില്ല. ഒരാൾക്ക് കുത്തി വയ്ക്കും, കട്ടിങ് വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും, അവന് പ്രാന്തായി പോവും. അങ്ങനെയൊക്കെ ആ സാധനം ഭയങ്കര ഡേഞ്ചറസ്. അതാ എവിടുന്നാ കിട്ടുന്നത്? അതാ എവിടത്തേക്ക് എടുത്തുകൊണ്ട് വന്ന ബംഗാൾ തന്നെ എടുത്തുകൊണ്ട് വരും, കൊൽക്കത്ത തന്നെ, ആസാം തന്നെ. അതാ ഭയങ്കര ഡേഞ്ചറസ് പൊടി. എവിടെ സെയിലാക്കുന്നുണ്ട്, അതാ അവിടെ സെയിലാക്കും, എല്ലാ ആൾക്കാർ സെയിലാക്കും. അവിടെ കുറേ ആൾക്കാരുണ്ട്. ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നാണോ സെയിൽ നടത്തുന്നത് ഇവിടെ? ബംഗാളി ആരും ബംഗാളി കൊണ്ടുവരും. എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കുന്നത്? അതാ 1000 രൂപ. എങ്ങനെ ഒരു കുപ്പിൽ 1000 രൂപ. എത്ര പേർക്ക് അത് കുത്തിവെക്കാൻ പറ്റും? അതാ ആൾക്കാർക്ക് ഇപ്പോൾ ഒരാൾ ചെയ്യും, ഞാൻ 10 ലക്ഷം എങ്ങനെയൊക്കെ പറയാം. ഒരാൾ പറയും ഞാൻ ഇത് 10 ടൈം യൂസിങ് ചെയ്യും, അത് യൂസിങ് ചെയ്യാൻ പറ്റും. ഒരാൾ പറയും ഇല്ല, ഞാൻ ഒരു മിക്സിങ് ഒറ്റ ഷോട്ടിൽ അടിക്കാൻ പറ്റും ഒരുമിച്ച്. അപ്പോൾ അത് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ലഹരിയാവും. പിന്നെ ഒരു കുപ്പി ഒറ്റ ഷോട്ടിൽ അടിച്ചേക്ക് ചത്തയാവും. അത്ര പവർഫുൾ ഉണ്ട്, അപ്പം തന്നെ ചത്തയാവും. ഇത്ര ആളെവിടെ മരിച്ചു പോയി അത് അടിച്ചിട്ട്. പിന്നെ ബോഡിയൊക്കെ പോവും, ബോഡിയൊക്കെ നിൽക്കത്തില്ല. ഭയങ്കര എങ്ങനെയൊക്കെ പറയാം, പൊക്കോ പവറില്ല. അതാ വലിയ സൈസ് ഉണ്ടെങ്കിൽ ബിഗ് സൈസ് ആൾക്കാരാവും, അത് അടിച്ചെങ്കിൽ എങ്ങനെയൊക്കെ ആയി പോവും, ബോഡിയൊക്കെ പോവും, ഓരോ അടിച്ചാൽ തന്നെ പോവും. പിന്നെ ബോഡിയിൽ അതാ എങ്ങനെ എന്താ ഡാമേജ് ആവും, ബോഡി സ്കിന്നൊക്കെ മാറിപ്പോവും, ബ്ലഡ് പോവും, എല്ലാം പോവും, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അവിടെ നോക്കൂ, ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്, ജീവൻ പോവും, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് അവിടെ. നിങ്ങൾ പോവാകെ അവിടെ കാണാൻ പറ്റും. യൂസ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം. ഈച്ചിങ് ചെയ്തെന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. എത്ര വട്ടം അടിച്ചിട്ടുണ്ട്? ഞാൻ അടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ആൾക്കാരുണ്ടല്ലോ, നാട്ടുകാരുണ്ടല്ലോ, അവനെ കണ്ടപ്പം ഞാൻ മനസ്സിലാവും ഇതാ ഈ സാധനം അടിച്ച. അവന് പറയും ഈ സാധനം അടിച്ച്, ഈ സാധനം അടിക്കണ്ട. എനിക്ക് തന്നെ പറയും എവിടെ പറയക്കണ്ട, ഈ സാധനം കൊള്ളത്തില്ല, നീ അടിക്കണ്ട, ആ സാധനം കൊള്ളത്തില്ല, അത് അടിച്ചെങ്കിൽ നിങ്ങളെ ലൈഫൊക്കെ പോവും. അപ്പം ഇത് പോലീസ് വന്ന് ഇവരെ പിടിക്കത്തില്ല, അപ്പോൾ എന്താ ചെയ്യുന്നത്? പോലീസുകാർ വരും, അത് സാധനം കിട്ടത്തില്ലെങ്കിൽ പോവും. അപ്പോൾ കിട്ടിയാക്കി ആ ആൾക്കാർക്ക് കൊണ്ടുപോകും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ആൾക്കാർ തിരിച്ച് കാണും. അവരെന്താ ഈ പെട്ടെന്ന് പോലീസ് വെറുതെ വിടുന്നത്? അതാ എനിക്ക് അറിയാൻ വയ്യ. ആ പോലീസുകാരെ എടുത്തുകൊണ്ട് പോവും, പിന്നെ കാണും, 2 ദിവസം പിന്നെ കാണും. ഈ പൈസ കൊടുക്കുമോ? അതാ അവൻ പറയും, ആൾക്കാർ പറയും 30,000 40,000 കൊടുക്കും. പിടിച്ച ആൾക്കാർ പറയും തന്നെ 40,000 രൂപ കൊടുത്തിട്ട് 30,000 രൂപ കൊടുത്തിട്ട് അതുകൊണ്ടാണ് അവർ വീണ്ടും വന്നിട്ട് ഇവിടെ ഈ കച്ചവടം ചെയ്യുന്നത്. ഭയങ്കര ലാഭം അതിൽ. ഒരു 400 രൂപ തന്നെ മേടിക്കും, പിന്നെ 1000 രൂപ 2000 രൂപ സെയിലാക്കും. ചിലപ്പം ഒരു കുപ്പി ഇതാ 400 രൂപയ്ക്ക് സാധനം ഒരു കുപ്പി 5000 രൂപ സെയിലാക്കും, 6000 രൂപ സെയിലാക്കും. അതാ ആൾക്കാർക്ക് കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ മേടിക്കും. അതാ ഭയങ്കര, അതാ കിട്ടിയില്ലെങ്കിൽ പ്രാന്തായി പോവും. ആ സാധനം അത്ര ഡേഞ്ചറസ് ഉണ്ട്. ആ കുക്കിന് അറിയോ, MD അറിയോ, അത് തന്നെ വലുതാ. അതൊക്കെ ബാപ്പ അച്ഛൻ. ആ സാധനം 2 ആയിട്ട് യൂസിങ് ചെയ്യാൻ പറ്റും. അത് ഒരെണ്ണം ഇഞ്ചക്ഷൻ അടിക്കണോ, ഒരെണ്ണം ഒരു പേപ്പർ ഉണ്ടല്ലോ, സ്റ്റീൽ പേപ്പർ, ഒരു സ്റ്റീൽ പേപ്പറിൽ കുറച്ച് ഇട്ടിട്ട് താറാറിൽ ലൈറ്റർ അടിക്കണോ, ഒരു പൈപ്പിൽ അങ്ങനെ വലിക്കണോ, വലിക്കണോ ഇല്ലേ, അങ്ങനെയൊക്കെ വലിക്കണോ. അത് ഭയങ്കര ഡേഞ്ചറസ് ആ സാധനം. അങ്ങനെയൊക്കെ യൂസിങ് ചെയ്യണം. 2 എങ്ങനെയൊക്കെ പറയാം, അതാ 2 ക്വാളിറ്റി തന്നെ അടിക്കാൻ പറ്റും. വില വ്യത്യാസമാണ്. അതാ ഇഞ്ചക്ഷൻ അടിച്ചെങ്കിൽ ഒരു സെക്കൻഡിൽ അത് പൂസാവും. അങ്ങനെയൊക്കെ അടിച്ചെങ്കിൽ അത് തീരുമ്പം പൂസാവും. അതാ ഇഞ്ചക്ഷൻ അടിച്ചെങ്കിൽ ഒരാൾ മാക്സിമം 2 വർഷം ജീവനുണ്ടാവും. 2 വർഷം കഴിഞ്ഞിട്ട് അത് ചത്തപ്പോവും, ഗ്യാരണ്ടി ആയിട്ട്. പിന്നെ അതാ അങ്ങനെയൊക്കെ വലിച്ചെങ്കിൽ ഒരു 10-15 വർഷം പോവും. ഇഞ്ചക്ഷൻ അടിച്ചെങ്കിൽ 2 വർഷം നിൽക്കത്തില്ല, അതാ മരിച്ചു പോവും 2 വർഷം. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന കാശൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ മറ്റേ ബംഗാളിലൊക്കെ ഉള്ള ആൾക്കാർ ചിലവാക്കുന്നത്?
ഈ പണി ചെയ്യും ഒരേ ആൾക്കാർ 1200 1500 അത്രയ്ക്ക് ഒരു ദിവസംക്ക് ശമ്പളം ഉണ്ട് ആൾക്കാർ. ഇത് ചെയ്യും, ഇതടിക്കും, സാധനം മേടിക്കും, വീട്ടിൽ തന്നെ പൈസ മേടിക്കും. പിന്നെ കുറേ ആൾക്കാർ കള്ളന്മാരായിപ്പോയി. വേറെ വണ്ടിയിൽ പോവും, ഫോൺ മേടിക്കും, വേറെ ആൾക്കാർ തന്നെ കള്ളം മേടിക്കും. അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ കള്ളമായി പോയി. മോഷണം നടത്തും. എന്താ ജോലിക്ക് പോകി അത്ര പൈസ കിട്ടിയിട്ടില്ല. ഒരു സാധനം 2000 രൂപ ആയിപ്പോ. പിന്നെ 2000 രൂപ ഒരു ദിവസം ശമ്പളം 2000 രൂപ ഉണ്ടാവില്ല. ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോഷണം നടത്തുന്നത്. പിന്നെ യൂസിങ് ചെയ്യുമ്പം നിങ്ങൾ നോക്കാം, അവിടെ ഉറക്കം അങ്ങനെയൊക്കെ ആവും. ചിലപ്പം കുറച്ച് ആൾക്കാർ അത് അടിച്ചിട്ടുണ്ട്, അതിന് അങ്ങനെയൊക്കെ ആയിപ്പോ. അപ്പോൾ മിക്കവാറും എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടെ പകുതി ഈ പെരമ്പൗലി പകുതി 100% 80% ആൾക്കാർ ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ദൂർ തന്നെ വരും ഈ പെരമ്പൗലി. ഈ പെരമ്പ ഭയങ്കര ഫേമസ് ആയിപ്പോയി ഈ സാധനം കിട്ടുന്നു. ഈ തൃശ്ശൂർ, തിരുവനന്തപുരം, മൂന്നാർ അവിടുത്തെ ആൾക്കാർ വരും ഇവിടെ സാധനം മേടിക്കണം. ബംഗാളികളൊക്കെ ബംഗാളി, ആസാമി, ഈ മലയാളി ആൾക്കാരും ഇപ്പോൾ കുറേ മലയാളി ആയിപ്പോയി. മലയാളികളുണ്ട്. കുറേ മലയാളി ഇവിടെ ഇപ്പോൾ യൂസിങ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഈ മലയാളികൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതാ എനിക്കറിയത്തില്ല. ഞാൻ വന്നതാ ഇവിടെ പനി ഒരാഴ്ച 2 ആഴ്ച എങ്ങനെ പണിയെടുത്തിട്ട് പണി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരും, പൈസ ചിലവാക്കണോ. ഇവിടെ എല്ലാം കിട്ടും. ഏതാ വേണമെങ്കിൽ പെണ്ണ കിട്ടും. ഒരു 500 രൂപ 400 രൂപ 300 രൂപയ്ക്ക് തന്നെ ആ പെണ്ണ കിട്ടും. പെണ്ണ അതോ കിട്ടും. ഈ പെണ്ണുങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? അതാ ബംഗാളാണോ? എല്ലാ ആസാമി ഉണ്ട്, മലയാളം ഉണ്ട്, ബംഗാളി ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. മലയാളി ഉണ്ടെങ്കിൽ 1500, പിന്നെ ആസാമി ഉണ്ടെങ്കിൽ 1000 രൂപ, പിന്നെ കൊൽക്കത്ത ആൾക്കാരും ഉണ്ട് 400 രൂപയ്ക്ക് 300 രൂപയ്ക്ക്. അത് കുറേ വേഴ്സ് ഉണ്ട് ആൾക്കാർ. മലയാളിക്കാണ് ഡിമാൻഡ് കൂടുതൽ. മലയാളം അതിൻ്റെ ഡിമാൻഡ് കൂടുതൽ. എനിക്ക് പറയണ പേടിയില്ല, അതിനെ ഡയറക്റ്റായിട്ട് പറയും. മലയാളം അതിന് 2000 രൂപ 2500 മേടിക്കും. ഞാൻ പോയിട്ടുണ്ട്. അതിനെ എനിക്ക് അതാ നല്ലത്തെ അറിയോ. ഏത് ലോഡ്ജിലൊക്കെ ഏതൊക്കെ നടക്കുന്നത്? റോസ് ഉണ്ട്, റൂമുണ്ട്. ഏതാ ലോസിൽ പോവാക്കി കിട്ടും, റൂം കിട്ടും. ആധാർ കാർഡ് കൊടുത്താൽ മതി. ഇവിടെ എന്ത് ആളുടെ അടുക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്തോട്ടൊക്കെ പോകുന്നത്? ഓട്ടോക്കാരാണോ കൊണ്ടുപോകുന്നത് അതോ ആരാ? ഇല്ല, ഓട്ടോക്കാർക്ക് അറിയത്തില്ലല്ലോ ഏതാ ആൾക്കാർ. ഇപ്പോൾ ഞാൻ ഒരു പെണ്ണയെ കൊണ്ടുപോകാൻ ഞാൻ പറയാം അതാ എനിക്ക് സിസ്റ്റർ, ഇല്ലെങ്കിൽ എനിക്ക് വൈഫ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ പോവും, റൂമിൽ പോവും. ഇല്ലെങ്കിൽ ലോസലിൽ പോകാക്കി പറയാം ഇപ്പോൾ റൂമില്ല, നിൽക്കുന്ന സ്ഥലമില്ല, അതിന് ലോസലിൽ വന്ന അങ്ങനെയൊക്കെ ഓട്ടോക്കാർക്ക് പറയും. ഓട്ടോക്കാർക്ക് ഒന്നും അറിയണ്ട. ഇതൊക്കെ എവിടെ സൂക്ഷിക്കുന്ന ഈ ലഹരി മരുന്നുകളൊക്കെ? ഈ പെരുമ്പോൾ ഈ മാർക്കറ്റിൽ എല്ലാം കിട്ടും. കട ഒന്നുമില്ല. പെണ്ണ ഉണ്ടെങ്കിൽ പെണ്ണ ഇങ്ങോട്ട് വരും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കും, എല്ലാ പെണ്ണ ഇവിടെ നടക്കും. കുറേ പെണ്ണ ഉണ്ടാവും. മലയാളി പെണ്ണ ഉണ്ടെങ്കിൽ അവിടെ റൂമിൽ പോകണം. ഇവിടെ 1 കിലോമീറ്റർ ഉണ്ടാവില്ല മലയാളി പെണ്ണ ഉണ്ടെങ്കിൽ. അതാ വെള്ളം ഉണ്ട്, ഭയങ്കര വെള്ളം മലയാളി പെണ്ണൊക്കെ. എല്ലാ പരിപാടിയും ഉണ്ട്. ഗഞ്ചായൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ഗഞ്ചായൊക്കെ ഭയങ്കര. ആസാമിൽ ഉണ്ടെങ്കിൽ 20 രൂപയ്ക്ക് സാധനം ഇവിടെ 600 രൂപ വേണം. അവിടെ 200 രൂപയ്ക്ക് സാധനം കിട്ടുന്ന സാധനം ഇവിടെ 600 രൂപ വേണം. അത്ര വെള്ളം ഇവിടെ. കാശൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടോ? അതാ എനിക്കറിയത്തില്ല. അവൻ്റെ ക്യാഷ് അവൻ്റെ എവിടെ ചിലവാക്കും, ഞാൻ നാട്ടിൽ അടിച്ചു കൊടുക്കും, അത് ആരൊക്കെ അറിയോ. തീർച്ചയായിട്ടും ഇത് ഒരു ആസാമിയാണ്, ആസാം സ്വദേശിയാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. ഈ പോലീസും എക്സൈസും ഒക്കെ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ 25,000 30,000 രൂപയൊക്കെ പൈസ കൊടുത്തതിന് ശേഷമാണ് ഇറങ്ങി വരുന്നതെന്നാണ് അയാളുടെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞതെന്നാണ് ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ ആവശ്യം പോലെ കിട്ടും, അത് മലയാളികളെ ഉൾപ്പെടെ